We shall now discuss about self-induction. EMF is induced in a single isolated coil due to change of flux through the coil by means of varying the current through the same coil. This phenomenon is called self-induction. അപ്പോൾ ഒരു കോയിലിൽ ഒരു സിംഗിൾ ഐസൊലേറ്റഡ് കോയിലിൽ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നു. അതിൻ്റെ കാരണം ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇനി ആ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ മീൻസ് ഓഫ് വേരിയിങ് ദ കറണ്ട് ത്രൂ ദ സെയിം കോയിൽ. അപ്പോൾ ഒരു കോയിലിലൂടെ ഉള്ള കറണ്ട് നമ്മൾ വേരി ചെയ്യുമ്പോൾ ആ കോയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സും വേരി ചെയ്യുന്നു. ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കോയിൽ ഇറ്റ്സെൽഫ് ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി ഒരു കോയിലിൽ N ടേൺസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു ടേണുമായി ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് phi ആണ്. അപ്പോൾ കോയിലിൽ N ടേൺസ് ഉണ്ടെങ്കിൽ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് N phi ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ കോയിൽ ആൻഡ് N phi ഈക്വൽ ടു Li, where L is the self inductance or L is called self inductance or it is also called coefficient of self induction of the coil. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് N phi ഈക്വൽ ടു Li എന്ന് കിട്ടി. ഇനി എന്താണ് ആ കോയിലിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന EMF? നമുക്കറിയാം ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -N d phi by dt അല്ലേ? അപ്പം -N d phi by dt എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ സൈഡിൽ Li ആണ്. സോ ഇറ്റ് ഈസ് -L di by dt. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N phi എന്നുള്ളതിന് പകരം നമുക്ക് Li എന്ന് എഴുതാം. Li എന്നുള്ളതിൽ L കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു, ഉള്ളിൽ I എന്ന് എഴുതി. സോ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഓഫ് കറണ്ടിനെ, ഏത് കാരണം കൊണ്ടാണോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയത് ആ കാരണത്തിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവാനുള്ള കാരണം കോയിലിലൂടെയുള്ള കറണ്ട് വേരി ചെയ്തതാണ് അല്ലേ? അപ്പോൾ ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓപ്പോസിറ്റ് ടു, നെഗറ്റീവ് സൈൻ ഷോസ് ദ ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ചേഞ്ച് ഇൻ കറണ്ട്, ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇനി നമുക്ക് ഈ സെൽഫ് ഇൻഡക്റ്റൻസിന് ഒരു ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ N phi ഈക്വൽ ടു Li എന്നാണ്. അപ്പോൾ N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ n. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഈക്വൽ ടു N ഇൻറ്റു L. പിന്നെ phi എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു B ഡോട്ട് A magnetic field B inside the solenoid is mu 0 Ni dot A. ഡോട്ട് എ എന്നുള്ളത് ഇത് കോസ് 0 ആണ് വരുന്നത്, അപ്പോൾ അത് 1 ആവും. അപ്പോൾ mu 0 Ni ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ Nന് പകരം വി ഹാവ് സ്മോൾ n ഇൻറ്റു L. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് mu 0 Ni ഇൻറ്റു എ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. കറണ്ട് സ്മോൾ ലെറ്ററോ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ച് എഴുതാം, ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ. ഇപ്പോൾ രണ്ട് സൈഡിലും I ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. സോ വി ഹാവ് ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു mu 0 N സ്ക്വയർ N ഇൻറ്റു N. ഈ ഐയും ഇതും ക്യാൻസൽ ചെയ്തു. mu 0 N സ്ക്വയർ AL. So this is the self inductance. Mu 0 N square AL is the self inductance of the solenoid. അപ്പോൾ ഇവിടെ we are using the formula N phi equal to Li. Capital N ന് പകരം we are writing it as small n into L. Phi is the magnetic flux B dot A. Phi എന്നുള്ളത് mu 0 Ni into A എന്ന് തന്നെ എഴുതി.
ശരിക്ക് സർക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കോയിലിന്. അപ്പോൾ അത് വേണമെങ്കിൽ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ n ഇൻറ്റു എൽ ഇൻറ്റു മ്യൂ സീറോ എൻ ഐ എ ഈക്വൽ ടു എൽ ഐ, എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ എൽ. ഇവിടെ കോയിലിൻ്റെ ഉള്ളിൽ, സോളിനോയിഡിൻ്റെ ഉള്ളിൽ എയർ ആണെങ്കിൽ മ്യൂ സീറോ. ഇനി നമ്മൾ കോയിലിൻ്റെ ഉള്ളിൽ സപ്പോസ് വി ഹാവ് എ മീഡിയം ഓഫ് പെർമിയബിലിറ്റി മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മ്യൂ സീറോ എന്നുള്ളതിന് പകരം മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ എൽ എന്ന് വരും. മ്യൂ ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം, പിന്നെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ജോമെട്രി അല്ലേ? അതിൻ്റെ ഷേപ്പ്, ഏരിയ, ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഷേപ്പ് ഓർ ജോമെട്രി ആൻഡ് ഓൺ ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. ഇനി ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈ ആണ്. ഓർ വി ക്യാൻ ഇൻസ്റ്റെഡ് ഓഫ് എൻ ഫൈ വി ക്യാൻ റൈറ്റ് എൽ ഐ. സോ ഇറ്റ് ബിക്കംസ് മൈനസ് ഡി ഐ ബൈ ഡി ടി എന്ന് വരും ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓൾവേസ് ഒപ്പോസിങ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ അപ്ലൈഡ് കറണ്ടിനെ എപ്പോഴും ഒപ്പോസ് ചെയ്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. സോ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓൾസോ കോൾഡ് ബാക്ക് ഇ എം എഫ്. അപ്പോൾ ആ സർക്യൂട്ടിൽ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക് എഗൻസ്റ്റ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പം ഈ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതിന് ഇറ്റ് ഹാസ് ദ റോൾ ഓഫ് ഇനേർഷ്യ ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിൽ എങ്ങനെയാണ് ഒരു ബോർഡിൻ്റെ ഇനേർഷ്യ, അതിൻ്റെ മോഷന് തടസ്സമാവുന്നത്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് അതിലൂടെ കറണ്ട് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് ഡീക്കേ ചെയ്യാനുള്ള ഒരു തടസ്സമാണ്. ഇൻഡക്റ്റൻസ് വിൽ ഒപ്പോസ് ദ ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ജസ്റ്റ് ലൈക്ക് ഇനേർഷ്യ ഒപ്പോസസ് ദ motion of a body. So inductance, self-inductance plays the role of inertia, and it is the inertia എന്ന് പറഞ്ഞാൽ എന്താണ്? It is a measure of mass of the body. So self-inductance is the electromagnetic analog of mass in mechanics. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Self-inductance is the electromagnetic analog of mass in mechanics.